അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഒരാൾ പോലും അവൻ്റെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽപ്പെട്ട് പരാജയപ്പെടാൻ ഇടയാക്കില്ല റഹ്മാനെ. യാ അല്ലാഹ്, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിമേലിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സൂറത്ത് നൂർ 24-ാമത്തെ സൂറത്താണ് സൂറത്ത് നൂർ. അതിൽ 27, 28 എന്നീ ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅ്സിനൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൻ ലക്കും ലഅല്ലകും തദക്കറൂൻ ഫഇൻ ലം തജിദൂ ഫീഹാ അഹദൻ ഫലാ തദ്ഖുലൂഹാ ഹത്താ യുഅ്ദന ലക്കും വഇൻ ഖീല ലക്കും ഇർജിഊ ഫഅർജിഊ ഹുവ അസ്കാ ലക്കും വല്ലാഹു ബിമാ തഅമലൂന അലീം. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അല്ലയോ മോമിനീങ്ങളെ, ലാ തദ്ഖുലൂ, നിങ്ങൾ കടക്കരുത്, നിങ്ങൾ പ്രവേശിക്കരുത്, ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടെ ഭവനങ്ങളല്ലാത്ത വീടുകളിൽ നിങ്ങൾ കടക്കരുത്, ഹത്താ തസ്തഅ്സിനൂ, അവരോട് അനുവാദത്തോടുകൂടിയും വീട്ടുകാരുടെ അനുവാദത്തോടുകൂടിയും വതുസല്ലിമൂ അലാ അഹ്ലിഹ, അവരോട് സലാം പറഞ്ഞുകൊണ്ടുമല്ലാതെ നിങ്ങൾ ഒരു വീട്ടിൽ കടക്കരുത്. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഹൈറായിട്ടുള്ളത്, ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്യരുടെ വ്യക്തി ജീവിതത്തിലോ അവരുടെ കുടുംബജീവിതത്തിലോ അവിഹിതമായി ഇടപെടാതിരിക്കുകയും സമ്പർക്കങ്ങളിൽ പരമാവധി മാന്യത പുലർത്തുകയും ചെയ്യുക എന്നത് വ്യക്തിക്കും സമൂഹത്തിനും ഗുണകരമത്രേ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫഇല്ലം തജിദൂ ഫീഹാ അഹദൻ, നിങ്ങൾ ആ വീട്ടിൽ ചെന്നാൽ നിങ്ങൾ ആരെയും കണ്ടില്ല എങ്കിൽ ഫലാ തദ്ഖുലൂഹാ, നിങ്ങൾ വീട്ടിൽ കയറരുത്, ഹത്താ യുഅ്ദന ലക്കും, വീട്ടുകാരുടെ അനുവാദം കിട്ടുന്നത് വരെ നിങ്ങൾ അവിടെ പുറത്ത് നിൽക്കുക, വഇൻ ഖീല ലക്കും ഇർജിഊ, അവർ നിങ്ങളോട് പോകാനാണ് പറയുന്നതെങ്കിൽ ഫഅർജിഊ, നിങ്ങൾ മടങ്ങിപ്പോകണം, ഹുവ അസ്കാ ലക്കും, അതാണ് നിങ്ങൾക്ക് പരിശുദ്ധമായിട്ടുള്ളത്, വല്ലാഹു ബിമാ തഅമലൂന അലീം, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അല്ലാഹു അറിയുന്നവനാണെന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മളെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഇന്ന് നമുക്ക് കാണാം, മിക്ക ഓഫീസുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവേശന കവാടത്തിൽ നോ അഡ്മിഷൻ വിത്തൗട്ട് പെർമിഷൻ എഴുതി വച്ചിരിക്കുന്നത് കാണാം. അനുവാദമില്ലാതെ അകത്ത് കിടക്കരുത്. എന്നാൽ ഇസ്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു അവരുടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഇസ്ലാമിൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അനുവാദമില്ലാതെ അകത്ത് കിടക്കരുത്. ഇത് മുസ്ലിങ്ങളുടെ സ്വഭാവവും സംസ്കാരവുമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരു സ്ത്രീ വളരെ വേദനയോടുകൂടി വന്ന് പറയുകയുണ്ടായി, യാ റസൂലുള്ളാഹ്, നബിയെ, ഞാൻ ആരും കാണാതെ എൻ്റെ വീട്ടിലിരിക്കുകയാണ്, ഞാൻ പുറത്തിറങ്ങുന്നില്ല റസൂലേ, എൻ്റെ മാതാപിതാക്കളോ മക്കളോ പോലും പുറത്ത് വെച്ച് എന്നെ കാണാൻ ഒക്കാത്ത രീതിയിൽ ഞാൻ അകത്ത് തന്നെ ഇരിക്കുകയാണ് നബിയെ, ഈ അവസരത്തിൽ ഒരു അന്യൻ കടന്നു വന്നാൽ ഞാൻ എന്ത് ചെയ്യണം റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്ത്രീയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ മൗനം ദീക്ഷിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി എത്തി. ഈ സന്ദർഭത്തിലാണ് ഈ സൂറത്ത് നൂറിലെ ഈ ആയത്ത് അവതീർണമായത്. സത്യവിശ്വാസികളെ, നിങ്ങൾ ആ വീട്ടുകാരുടെ അനുവാദമില്ലാതെ നിങ്ങൾ അകത്ത് കിടക്കരുത്, അവർക്ക് സലാം പറഞ്ഞുകൊണ്ടുമല്ലാതെ നിങ്ങൾ അകത്ത് കിടക്കാൻ പാടില്ല എന്ന് ആ സൂറത്ത് ആയത്ത് വന്നു.
ഫഇൻ ലം തജിദു ഫീഹ അഹദൻ, നിങ്ങൾ അവിടെ ചെന്നിട്ട് ആരും കണ്ടില്ല എങ്കിൽ ഫലാ തദ്ഖുലൂഹ, നിങ്ങൾ അകത്ത് കിടക്കരുത്. ഹത്താ യൂദന ലക്കും, വീട്ടുകാരുടെ അനുവാദം കിട്ടുന്നതുവരെ നിങ്ങൾ അകത്ത് കിടക്കാൻ പാടില്ല. എന്നിട്ട് പുറത്ത് നിന്ന് ബെല്ലടിച്ചോ വിളിച്ചോ പുറത്ത് ആളുണ്ടെന്ന് അറിയിക്കുക. ഇതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം. അപ്പോൾ ഇത് കേട്ടപ്പോൾ, ഈ ഹദീസ് വായിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, മാതാവ് മാത്രമേ വീട്ടിലുള്ളെങ്കിൽ പോലും മക്കൾക്ക് കയറാൻ അനുവാദം വേണമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വേണമെന്നായിരുന്നു. മാതാവ് മാത്രമേ വീട്ടിലുള്ളൂ എങ്കിലും മക്കൾക്ക് അനുവാദത്തോടുകൂടി അകത്ത് കിടക്കാവൂ. ഇതിൽ ഇളവുള്ളത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. സലാം മടക്കുന്നതും കൂടാതെ സലാം മടക്കുന്നതും അത് കേൾക്കുന്നതും, സലാം പറയുന്നതും മടക്കുന്നതും കേൾക്കുന്ന വിധത്തിലായിരിക്കണം. അത് അനിവാര്യമാണ്. അകലെയുള്ളവർക്ക് സലാം പറഞ്ഞയക്കൽ സുന്നത്താണ്, എത്തിച്ചു കൊടുക്കൽ നിർബന്ധവുമാണ്. പക്ഷേ അത് മടക്കുമ്പോൾ സലാം പറഞ്ഞയച്ചവർക്ക് കൂടി ദൂതനെയും കൂടി ഉൾപ്പെടുത്തണം. വ അലൈക്ക വ അലൈഹിസ്സലാം എന്ന് പറയണം. നിങ്ങൾക്കും താങ്കൾക്കും അള്ളാഹുവിൻ്റെ സമാധാനം രക്ഷ ഉണ്ടാകട്ടെ. പറഞ്ഞയച്ച ആളിനും പറയിപ്പിച്ച ആളിനും നമ്മൾക്ക് സലാം അടക്കൽ അനിവാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വിജനമായ ഒരു വീട്ടിലേക്കോ ഒരു സ്ഥലത്തേക്കോ കയറി പോകുമ്പോൾ നമ്മൾ പറയണം, അസ്സലാമു അലൈന വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയൽ സുന്നത്താണ്. സലാം പറയൽ സുന്നത്തില്ലാത്തവരുണ്ട്. അതായത് മലമൂത്ര വിസർജനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ശുദ്ധീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഭക്ഷണം കഴിക്കുന്നത് ഉരുള വായിൽ ഇരിക്കുന്ന സമയത്ത് സലാം പറഞ്ഞാൽ അത് സലാം പറയൽ സുന്നത്തില്ല. ദുർമാർഗികൾ, വെള്ളം കുടിക്കുന്നവർ, ഇവർക്കൊക്കെ സലാം പറയൽ സുന്നത്തില്ല. മാത്രവുമല്ല, നമസ്കരിക്കുന്നവൻ, സുജൂദിൽ സ്ഥിതി ചെയ്യുന്നവൻ, ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നവൻ, കുത്തുബ നിർവഹിക്കുന്നവൻ, ഈ സമയത്തൊക്കെ സലാം പറയൽ സുന്നത്തില്ല. സലാം പറയുമ്പോൾ കുനിയൽ കറാഹത്താണ്. അത് ഹറാം തന്നെയാണെന്നാണ് മിക്ക പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അറിവ് മഹത്വം പോലെയുള്ളവരുടെ അവർക്ക് സലാം പറയലും അവരുടെ കൈ ചുംബിക്കലും അവർ സമ്പന്നരാണെങ്കിലും അല്ലെങ്കിലും സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കരം ചുംബിച്ചിട്ടുണ്ട്. സലാം പറയുന്നതിന് ചില മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വീട്ടിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും ഹത്താ തസ്തഅ്സിനൂ വ തുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ ഫഇൻ ലം തജിദൂ ഫീഹാ അഹദൻ ലാ തദ്ഖുലൂഹാ ഹത്താ യുഅ്ദന ലക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു വീട്ടിൽ അവരുടെ അനുവാദത്തോടു കൂടിയും സലാം പറഞ്ഞുകൊണ്ടുമല്ലാതെ സത്യവിശ്വാസികളെ നിങ്ങൾ ഒരു വീട്ടിൽ കിടക്കരുത്. നിങ്ങൾ അവിടെ പുറത്ത് നിന്നാൽ ആരും ബെല്ലടിച്ചോ വിളിച്ചോ അറിയിക്കുക. അത് അവർ വന്നിട്ട് പുറത്തു നിങ്ങൾ പോകൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകണം. അതാണ് നിങ്ങൾക്ക് പരിശുദ്ധമായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വീട്ടിൽ കിടക്കുമ്പോൾ സലാം പറയൽ പുണ്യവും ബർക്കത്തുമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, പ്രിയ മകനെ, മകൻ്റെ കുടുംബക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ മകൻ അവർക്ക് സലാം പറയണം മകനെ. എന്നാൽ അത് നിനക്കും കുടുംബത്തിനും അത് അഭിവൃദ്ധി ഉണ്ടാകും. മറ്റുള്ളവരുടെ വീട്ടിൽ കിടക്കുമ്പോഴും ഈ 2 മര്യാദകൾ നമ്മൾ പാലിക്കണം. അവരോട് അനുവാദം ചോദിക്കണം. അതുപോലെ തന്നെ ബനു ഗോത്രത്തിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൃത്യനോട് വന്ന് ചോദിച്ചു, ഞാൻ കടന്നു വരട്ടെയോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൃത്യനോട് പറഞ്ഞു, നീ ചെന്നിട്ട് അനുവാദം ചോദിക്കേണ്ടത് എങ്ങനെയെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ ആ ഭൃത്യൻ ചെന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, കടന്നു വരട്ടെയോ എന്ന് പറയണം. അങ്ങനെ ആ ഭൃത്യൻ, അങ്ങനെ വന്ന ആൾ, ബനു ഗോത്രത്തിൽപ്പെട്ട ആ മനുഷ്യൻ അസ്സലാമു അലൈക്കും, കടന്നു വരട്ടെയോ എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം കൊടുക്കുകയും അയാൾ കടന്നു വരികയും ചെയ്തു. ഐഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ സയ്യിദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്നും വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് വാതിലിൽ മുട്ടി.
മുട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിപ്പിടത്തിൽ നിന്നും വസ്ത്രം വലിച്ചിഴച്ചു കൊണ്ടു ചെന്ന് അദ്ദേഹത്തെ കതവ് തുറന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് ചുംബിക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്നവരോട് സലാം പറയുന്നത് പോലെ തന്നെ മരണപ്പെട്ടവരുടെ ഖബറുകൾ സന്ദർശിക്കുമ്പോൾ സലാം പറയൽ സുന്നത്താണ്. ഖബറുകൾ സന്ദർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറയാൻ ഒരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഖബർ സന്ദർശിക്കുമ്പോൾ പറയണം: അസ്സലാമു അലൈക ദിയാരിൽ മുഅ്മിനീന വൽ മുസ്ലിമീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്അലല്ലാഹു ലനാ വ ബിക്കും ലാഹിഖൂൻ അസ്സലല്ലാഹു ലനാ വ ലക്കും ആഫിയ. ഖബർ സന്ദർശിക്കുമ്പോൾ പറയേണ്ടത് അസ്സലാമു അലൈക്കും, അല്ലയോ ദിയാരിൽ മുഅ്മിനീന വൽ മുസ്ലിമീന, അല്ലയോ വിശ്വാസികളായ ഖബറാളികളെ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനവും രക്ഷയും ഉണ്ടാകട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വരുന്നതാണ്. അസ്അലല്ലാഹു ലനാ വലക്കും ആഫിയ, നമുക്കും നിങ്ങൾക്കും സുഖത്തിന് വേണ്ടി ക്ഷേമമുണ്ടാകാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും നമ്മളുടെ സലാം പറയലും പാപമോചനവും എല്ലാം മരണപ്പെട്ടവർക്ക് അത് പ്രയോജനപ്പെടുമെന്ന് ധാരാളം ഹദീസുകൾ തെളിവായി വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ദുനിയാവിൽ അലക്ഷ്യമായി ജീവിച്ച് നാളെ പരലോകത്ത് ഖേദിക്കാൻ ഇടവരുത്താതെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മണിമൊഴികളെ നമ്മൾ അത് പഠിച്ച് മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തിൽ പകർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമ്മൾ സ്വർഗത്തിൽ കടക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും നീ പുറത്തു മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഓരോ ദിവസവും ഞങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയും വരുന്ന തെറ്റുകൾ വന്നു പോകുന്നുണ്ട് നാഥ. അതെല്ലാം നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഹലാലായ ഉദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നീ സഫലീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ശാരീരികമായും മാനസികമായും പൈശാചികമായുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഐക്യം നിലനിർത്തണേ റഹ്മാനെ, സാഹോദര്യം നിലനിർത്തണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാം സന്താനങ്ങൾക്ക് അള്ളാഹുവിനെയും മാതാപിതാക്കളെയും അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നീ ഉയർച്ച നൽകണേ റഹ്മാനെ. അതിനോടൊപ്പം ദീനീ വിജ്ഞാനത്തിനുമുള്ള നാഭിയായ അറിവ് ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹ്, ഇതുവായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.